ഹായ്, ഇന്ന് നമുക്ക് അടിപൊളിയൊരു ബീഫ് കറി ഉണ്ടാക്കിയല്ലോ. ബീഫ് കറി ആയിട്ടല്ല, ഫ്രൈ ആയിട്ടാണ്. അതും ഒരുപാട് അങ്ങോട്ട് കറുത്ത കളറാക്കുന്നില്ല കേട്ടോ. അങ്ങനെ അത്ര കറുത്ത കളർ ആർക്കും ഇഷ്ടമല്ലേ വീട്ടിൽ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബീഫ് ലിവറും ഉണ്ട് കേട്ടോ. ലിവറും ഉണ്ട്, അത് കഷ്ണങ്ങളുണ്ട്. ഇളം ബീഫാണ്. അത് ഒരു 1.5 കിലോ എടുത്തിട്ട് നല്ല പോലെ കഴുകി, കുറേ വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകം, അതേപോലെ തന്നെ മല്ലിപ്പൊടി, മസാലപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ തിരുമ്മി വെച്ചു. ഇതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണത്, സാധനങ്ങൾ എടുത്തു തരാൻ ഹെൽപ്പ് ചെയ്യണത് ചേച്ചിയുടെ കൊച്ചാട്ടാ. ചേച്ചിയുടെ കൊച്ചിരുന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്യണോ മേമേ, ഞാൻ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, കയ്യിൽ എരിവാവും, നീ അവിടെ അനങ്ങാണ്ട് ഒതുങ്ങിയിരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊച്ചു എടുത്ത് തരിക. ഇപ്പോൾ ഇട്ടത് ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ്. ഇഞ്ചിയും പച്ചമുളകും നമ്മൾ വേപ്പില അതൊക്കെ നമ്മൾ വേറെ ഇടുന്നുണ്ട് കേട്ടോ. ആ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് മസാലപ്പൊടി ഇട്ടിട്ട് ഞാൻ വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുമ്മി വെച്ചിട്ട് കുക്കറിലേക്ക് വെച്ചത്. കുക്കർ അടച്ചു വെച്ചു. കാര്യം വിട്ടുപോയി, നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ തിരുമ്മി വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണത് അപ്പോൾ ഒന്ന് നല്ലപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെള്ളം, ഒരു കപ്പിൽ ഒരു പകുതി വെള്ളത്തോളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടെന്ന് അമ്മ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ബീഫിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങുന്നു. എനിക്കറിയോ, ഞാൻ അസലായിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ചോദിച്ചാൽ എത്ര വെള്ളം ഒഴിക്കണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തായാലും അത് കൂടുതലായിട്ടുണ്ടാവും, ഇനി നല്ലപോലെ വറ്റിക്കേണ്ടി വരുമെന്ന്. നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് പോകുമെന്ന് അമ്മ പറയാം. പക്ഷേ ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടാ വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് ഈ ബീഫ് മാത്രം വരട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നത്. പക്ഷെ ഞങ്ങളങ്ങനെ ചെയ്തില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ അമ്മോട് ചോദിക്കണത്, ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണോ, ഇനി ഇത്ര വെള്ളം ഒഴിക്കണോ, എത്ര മുളക് പൊടി ഇടണം, എത്ര മഞ്ഞൾപ്പൊടി ഇടണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ അമ്മ പറയായിരുന്നു, അത് ഇടുന്നേക്കാളും മുമ്പാണ് ചോദിക്കേണ്ടതെന്ന്. നമ്മളൊരു 7 വിസിലടിക്കണം കേട്ടോ. അത്രയും നേരം കൊണ്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് വറുത്ത് കോരാം. നല്ലപോലെ ഫ്രൈ പോലെ ആയിട്ട് വറുത്ത് കോരുമ്പോൾ നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ബീഫ് കറിയിലെ ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടം. ഞാൻ പെറുക്കി കഴിക്കായിരുന്നു. ഇവിടെ പിള്ളേരും അങ്ങനെ തന്നെയാണ്. അത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മളത് വറുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അടുത്ത കൂടെ അത് എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. 2 പിള്ളേരും ചോദിച്ചിട്ട് 2 പിള്ളേരും വന്ന് ഇങ്ങനെ നിൽക്കായിരുന്നു. ഞാൻ ഇത്തിരീശ കോരിയിടുമ്പോൾ എനിക്ക് താമേമേ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊണ്ടുപോയായിരുന്നു. ഞാൻ പറഞ്ഞു, കുറച്ചുള്ളൂ മോളെ, ഇനി ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇടാണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, അത്ര മതി എന്ന് പറഞ്ഞിട്ട് അവർ എടുത്തുകൊണ്ട് പോയിട്ടാ. ഓക്കെ, പാവങ്ങൾ തിന്നോട്ടെ എന്ന് വെച്ചു. പിന്നെ ആ പാത്രത്തിലേക്ക് തന്നെ ഇത്തിരി സബോള എടുത്ത് കഴിഞ്ഞിട്ട് സബോള നല്ലപോലെ വഴറ്റി. അപ്പോൾ 2 പേരും അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ. 2 പേരും ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക, എനിക്ക് തരുമോ, ഞാൻ വഴറ്റട്ടെ, ഞാൻ ഇങ്ങനെ വഴറ്റണത് ആക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, കൈ പൊള്ളി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല, അമ്മ നല്ല ചീത്ത പറയും. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇട്ടു, അത് കഴിഞ്ഞിട്ട് വേപ്പില ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റാണ് നമ്മൾ നേരത്തെ വേവാൻ വേണ്ടി വെച്ചത്. പിന്നെ ഇപ്പോൾ അതേ മുളക് പൊടി ഇട്ടു, കുറച്ചല്ലേ നമ്മൾ അപ്പം ഇട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ടു, മസാലപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. ഇതൊക്കെ രണ്ടാമത് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വേവാൻ വെച്ചതിൽ എല്ലാം കുറച്ചല്ലേ ഇട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്രയും ഇട്ട് നല്ല പോലെ ഇളക്കിയ ഈ കളറ് കാണുമ്പോൾ വിചാരിക്കും മഞ്ഞൾപ്പൊടി കൂടുതലാണ്. പക്ഷെ അതല്ല, എൻ്റെ ക്യാമറയുടെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെന്ത് കഴിഞ്ഞിട്ടുള്ള ആ ചിക്കനല്ല, ബീഫ് അങ്ങനെ തന്നെ ഇതിലേക്ക് നമ്മൾ കൊട്ടി. ഞാൻ പറഞ്ഞില്ലേ, ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടില്ല. ആ വെള്ളത്തോടു കൂടി നമ്മൾ വറ്റിക്കുക ചെയ്തത്. നല്ല പോലെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല പോലെ ഇളക്കി. ഈ മുളകും ഇതിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടി നല്ല പോലെ ഇളക്കി. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പിടാത്തത് വേവില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പിടാത്തത്. അപ്പോൾ ഇപ്പം ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ പെരുംജീരകവും അതുപോലെ കുരുമുളകും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ടേസ്റ്റിന് വേണ്ടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മ അത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൂട്ടിയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ വെള്ളം വറ്റി വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കൂടിപ്പോയിന്ന്, ചാറ് കൂടിപ്പോയിന്ന്. പക്ഷെ അത് വറ്റിച്ചെടുത്തു കേട്ടോ. തുറന്നിട്ടിട്ട് വറ്റിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് വറ്റിയതിന് ശേഷം ആ തേങ്ങ വറുത്തതില്ലേ, അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തു. നല്ല രസമായിട്ട് ആ തേങ്ങാക്കുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കറി ആയിക്കഴിഞ്ഞ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് വെളുത്തുള്ളിയും വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇറച്ചിയിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കഴിച്ചുകൂടാ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?